രാജ്യാന്തര തുറമുഖവും കോവളം ടൂറിസ്റ്റ് സ്പോട്ടുമൊക്കെ അടയാളപ്പെടുത്തുന്ന കോവളം മണ്ഡലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണയിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് കോവളം നിയോജക മണ്ഡലം ഇക്കുറി തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന മണ്ഡലമാകുന്നത്. വലതുമുന്നണിയിൽ എം വിൻസെന്റ് കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. 1965 മണ്ഡലം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇവിടെ നാടാർ സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും വളരെയധികം വോട്ടുകളുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. എം വിൻസെന്റിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എം വിൻസെന്റ് നാടിന് ഇതുവരെ 1 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തിട്ടില്ല എന്നത് പരമാർത്ഥമാണ്. നാട്ടുകാർക്കൊക്കെ അതറിയാം. വെറും ഫ്ലക്സ് രാജാവ്, ഫ്ലക്സുകളിൽ മാത്രം മുഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് എം വിൻസെന്റിനെ നാട്ടുകാർ കാണുന്നത്. അതേ അവസരം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഭഗത് റൂഫസിന്റെ ചരിത്രം പരിശോധിച്ചാലും ഭഗത് റൂഫസിന്റെ പ്രവർത്തനം പരിശോധിച്ചാലും നാടിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന റൂഫസ് ഡാനിയലിന്റെ മകൻ, നാടിനു വേണ്ടി സമർപ്പിതമായ യൗവനവും യുവത്വവും ഒഴിഞ്ഞുവെക്കുന്ന ഭഗത് റൂഫസ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും കരിങ്കുളത്തും വിഴിഞ്ഞത്തും ബാലരാമപുരത്തും വെങ്ങാനൂരും എവിടെ പോയാലും ഭഗത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇടതുമുന്നണി കോവളത്ത് വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും. ഭഗത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ആദ്യ യാത്രയിൽ തന്നെ, ഭഗത്തിനൊപ്പമുള്ള ആദ്യ യാത്രയിൽ തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് വ്യക്തമായതാണ്. ഇപ്പോൾ കരിങ്കുളം പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ ഭഗത്തിനെ വരവേൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഭഗത്തിന് വിജയം സുനിശ്ചിതമാണ്. കാരണം വെങ്ങാനൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ച ജില്ലാ പഞ്ചായത്തിൽ അംഗമായിരിക്കുന്ന സമയത്ത് ഭഗത്ത് വെങ്ങാനൂർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളും ആരോഗ്യ മേഖലയും സമഗ്രമായ വികസനം തന്നെയാണ് നടപ്പിലാക്കിയത്. കാർഷിക സർവകലാശാല എടുത്തു പറയാം. അതുപോലെ വിഴിഞ്ഞം പദ്ധതി പ്രദേശം, കോവളം എന്ന് തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് അവരെ കൂടി വികസനത്തിന്റെ ഭാഗത്താക്കുക, വികസനം അവരുടേത് കൂടിയാക്കുക എന്ന ഇടതുമുന്നണി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ ഭഗത്ത് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളും കാഴ്ചകളുമാണ് നമുക്ക് മണ്ഡലമെങ്ങും കാണാൻ കഴിയുന്നത്.